വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അവൻ ഫോൺ ഗാലറി ഓപ്പൺ ചെയ്ത് ചിഞ്ചു അയച്ചു തന്നിരുന്ന ചന്തുവിന്റെ ഒരു ഫോട്ടോ രാധികക്ക് കാണിച്ചു കൊടുത്തു. രാധികയുടെ മിഴികൾ ആ ഫോട്ടോയിലൂടെ ഒന്ന് ശരിക്കും ഓടി നടന്നു. മുഖത്ത് അതിയായ നിഷ്കളങ്കത, കണ്ണുകളിൽ ശാന്തത, ചുണ്ടുകളിൽ ചെറു പുഞ്ചിരി, നെറ്റിലൊരു കുഞ്ഞു വട്ടപ്പൊട്ട് നീട്ടി വരച്ച ചന്ദനക്കുറിയും അരയൊപ്പമെത്തുന്ന നീളൻ മുടി, പച്ചയും മഞ്ഞയും നിറത്തിലുള്ള പട്ടുപാവാടയാണ് വേഷം. ശരിക്കു പറഞ്ഞ ഒരു ശാലീന സുന്ദരി ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും മനം കീഴടക്കും. രാധികയുടെ കണ്ണുകളും മനസ്സും ഒരുപോലെ നിറഞ്ഞു. സമ്മതമെന്നോണം ചുണ്ടുകൾക്കിടയിൽ ഒരു ചിരി സ്ഥാനം പിടിച്ചു. വസുവിന് ശരണിന് അത് കണ്ട് സന്തോഷം തോന്നി. വസു അപ്പോൾ തന്നെ രാധികയുടെ മടിയിലേക്ക് വീണ് വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ച് പറഞ്ഞു, താങ്ക് യു അമ്മ. എനിക്കറിയായിരുന്നു അമ്മ എതിര് പറയില്ലെന്ന്. എനിക്ക് എതിർപ്പൊന്നുമില്ല. അതുപോലെ തന്നെ നിന്റെയും വരന്റെയും ഒരു സന്തോഷത്തിനും നിങ്ങളുടെ അച്ഛൻ ഇതുവരെ ഒരു തടസ്സം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഒരു അയ്യർ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ ചിട്ടവട്ടങ്ങളൊക്കെ കാണില്ലേ വസു? അമ്മ തന്നെ ഒരു അല്പം മുമ്പ് പറഞ്ഞു, ജാതിയിലും മാത്രമൊന്നും ഒരു കാര്യമില്ലെന്ന്. പിന്നെന്താ? അത് ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞു. എല്ലാവരും അതേ മനോഭാവം കാഴ്ചപ്പാടുള്ളവരാണെന്നില്ലല്ലോ. അത് ശരി ആൻറ്റി, അവിടെ അച്ഛനൊരു മൂരാശിയാണെന്നാ കേട്ട്. നീ പോടാ, വെറുതെ എൻ്റെ ആത്മവിശ്വാസം കളയാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം എന്ത് വേണമെന്നൊക്കെ. വാസുദേവന് ഈ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ചന്ദന മാത്രമായിരിക്കും. അവളെ കൂടെ കൂട്ടാനുള്ള വഴികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇതേതാ വേറൊരു കുട്ടി? ഇരട്ടയാണ് അവള്? രാധിക ചന്ദനയുടെ ഓരോ ഫോട്ടോസും നോക്കിയായിരുന്നു. പെട്ടെന്നാണ് ചന്തുവും ചിഞ്ചുവും പരസ്പരം പുണർന്നു നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ണിലുടക്കിയത്. രാധിക അത്ഭുതത്തോടെ വസുവിനെ നോക്കി. ഇരട്ടെന്നുള്ളമ്മ, ചന്ദനയുടെ ചിറ്റയുടെ മകളെ മറ്റേത്. ഒറ്റ നോട്ടത്തിൽ ഇരട്ടകളാണെന്നേ തോന്നിക്കും. പക്ഷെ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇവളുടെ പേര് ചഞ്ചലാണ്. ആ, വേറെ കാര്യം കൂടിയുണ്ട്. അമ്മയുടെ അനന്തരവനൊരു നോട്ടമുണ്ട്. അന്നമ്മ ചോദിച്ചില്ല ഒരു ചുറ്റിക്കളിയുടെ കാര്യം, അത് ഇവളാ. വസു ശരണ് നോയി ചിരിയമർത്തി. പോടാ പട്ടി, ശാപത്തിൽ കുത്തുന്നോ? എനിക്ക് ഇഷ്ടമാണെന്ന് നേരാൻറ്റി, പക്ഷെ അവൾക്ക് വേറെ അഫെയർ ഉണ്ട്. പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന സഹോദരിമാര് ഒരേ കുടുംബത്തിലേക്ക് കയറി വന്നാൽ നന്നാവുമായിരുന്നു. അവർക്കിടയിലുള്ള സ്നേഹവും സന്തോഷം അവർ കയറി ചെല്ലുന്ന വീടിലുണ്ടാവും അത്രേ. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് വേറെ ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞ്. സാരമില്ല, എൻ്റെ മോൻ എന്തോ ഒരു കുറവ്. ഇവളേക്കാൾ നല്ല കുട്ടിയെ തന്നെ കിട്ടും നിനക്ക്. ഈ ആൻറ്റി കണ്ടുപിടിച്ചു തരാം. മക്കൾ സ്നേഹിച്ച പെണ്ണിനെ അവർ കിട്ടില്ലെങ്കിൽ എല്ലാ അമ്മമാരും പറയുന്ന ഡയലോഗായത്. നിന്റെ കാര്യത്തിൽ അമ്മയല്ല, ആൻറ്റിയാണെന്ന് മാത്രം. ഈ പ്രാവശ്യം വസുവിന് ചിരി അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. ശരണിന്റെ നിരാശാകാമുനായിട്ടുള്ള ഇരിപ്പ് കണ്ട് ഉറക്കെ ചിരിച്ചുപോയി. മതി, നീ എൻ്റെ കുഞ്ഞിനെ കളിയാക്കിയത്. വേണമെന്ന് വെച്ചാൽ നീ പ്രേമിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവന്റെ കല്യാണം തന്നെ നടത്തിയെന്ന് വരും. ഇവന്റെ കഴിഞ്ഞിട്ട് എനിക്ക് നീയുള്ളൂ. ഇനി ഇതിന്റെ പേരിൽ ഇവനെ കളിയാക്കിയാലുണ്ടല്ലോ, കിടന്നുറങ്ങാൻ നോക്കടാ. നേരെ ഒരുപാടായി. വസുവിന്റെ കൈക്ക് ഒരു അടി വെച്ച് കൊടുത്തിട്ട് രാധിക മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി. നല്ല പെട്ട്, ഞാനിന്ന് ഇവിടെയാ. ശരൺ പെട്ടിലേക്ക് മറിഞ്ഞു. അതെ, ഇതേ പെട്ട് തന്നെയാ നിന്റെ മുറിയിലുള്ളു. എണീറ്റ് പോടാ ജന്തു. ഓ, നിനക്കവളെ സ്വപ്നം കൊണ്ട് കിടക്കാനായിരിക്കും. ആണെങ്കിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അയ്യോ, എനിക്കൊന്നും നഷ്ടം. അല്ലെങ്കിൽ ആര് കിടക്കുന്ന നിന്റെ ഒപ്പം? ഞാൻ പോവാ. എങ്ങാനും അവളാണെന്ന് നീ എന്നെ വല്ലതും ചെയ്താലോ? ചാരിത്രം നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോടാ. ആ പുല്ലേ! വസു തെറി വിളിച്ചുകൊണ്ട് കഴുത്തിൽ പിടിക്കാൻ വരുമ്പോഴേക്കും ശരൺ ഓടി രക്ഷപ്പെട്ടിരുന്നു. എന്താ ചന്തു ഇത്? നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എന്താ നിനക്ക് പറ്റിയത്? അല്ലാതെ തന്നെ നീ വളരെ സൈലന്റാ. ഇതിപ്പോ കുറച്ച് ഡേയ്സ് ആയിട്ട് ആ കൂടി മൂടിക്കെട്ടിയ അവസ്ഥയാണല്ലോ. ആരോട് അധികം സംസാരിച്ചില്ലെങ്കിൽ നീ എന്നോട് ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് എന്നോട് നിനക്ക് വലിയ മിണ്ടാട്ടില്ല. വിളിച്ചപ്പോൾ ചൈതവും പറഞ്ഞു നിനക്ക് ആരെയിട്ട് എന്തോ വിഷമമുള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. എന്നോട് അത് ചോദിച്ച് മനസ്സിലാക്കാനാ പറഞ്ഞിരിക്കുന്ന അവള്. കോളേജിൽ വെച്ച് തന്നെ ഞാൻ ചോദിച്ചേനെ. അത് കേട്ട് ശ്രുതി നിന്നെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് എഴുതിയാൽ ഞാനൊന്നും പറയാണ്ടിരുന്നു. ഇപ്പൊ പറഞ്ഞി, എന്താ നിനക്ക് പറ്റിയത്? വാസുവാണ് നിന്റെ പ്രശ്നം? പറയടി. പ്രശ്നമൊന്നുമില്ല ചിഞ്ചു, പക്ഷെ കുറെ നാളായിട്ട് മനസ്സ് ശരിയല്ല. ആകെ ഒരു അസ്വസ്ഥയാ. എന്തിനാ നിനക്ക് അസ്വസ്ഥ അനുഭവപ്പെടുന്നത്? എന്താ അതിനുള്ള കാരണം? വസു രാത്രി വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? കൂടെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞ്. കേട്ടതും ചന്തു ഞെട്ടലോടെ ചിഞ്ചുവിനെ നോക്കി. നീ ഞെട്ടിയൊന്നും വേണ്ട ചന്തു, ഞാൻ വസുവിൻ്റെ ആളാണ്. ഞങ്ങൾ തമ്മിൽ പണ്ടേ സന്ധിയേർന്ന. അവനെ ഞാൻ എപ്പോഴും എൻ്റെ ഏട്ടനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി നീ അവൻ്റെ പ്രണയം അംഗീകരിക്കണം. അപ്പം ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്ന അറിയോ നിനക്ക്? ഞാൻ വാക്ക് കൊടുത്തു പോയി അവന്. നിന്നെ അവനെ തന്നെ കൊടുത്തോളാന്ന്. എൻ്റെ മനസ്സിൽ നീ വസുവിൻ്റെ പെണ്ണ. അത് മാറ്റാൻ എനിക്ക് കഴിയില്ല. നിങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും? നീ എന്നോട് ക്ഷമിച്ചേ പറ്റുള്ളൂ. ചൈതുവിനും അറിയാം, അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചന്തു ഒന്നും മിണ്ടിയില്ല, കണ്ണുകൾ നിറച്ച് നിന്നു. ദൈവമേ, നീ കറിയാ. എന്താടി ഇത്? അവൻ നല്ലവനായതുകൊണ്ടല്ലേ? അല്ല, ഞാൻ നിന്നെ നിർബന്ധിക്കോ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ നല്ലതിനല്ല നാശത്തിന് വേണ്ടി ഞാനൊരു കാര്യം നിന്നോട് പറയുന്നോ ചെയ്യുന്നോ? നിനക്ക് അവന് ഇഷ്ടമല്ലേ ചന്തു? നിന്റെ മനസ്സിന്റെ ഒരു കോണിലെങ്കിലും അവന് സ്ഥാനം നേടിയില്ലേ? എന്നും വൈകുന്നേരം നിന്നെ കാണാൻ വരുന്ന അവനെ നീ നോക്കുന്ന ഞാൻ കാണാറുണ്ട്. സത്യം പറയുന്നോട് ഒരു മടിയും കൂടെ പറയടി ചന്തു, ഞാനൊന്ന് കേൾക്കട്ടെ. ചിഞ്ചി അവളുടെ രണ്ടു തോളിലും കൈവച്ചു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നീ എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് പറയുന്നതെന്ന് ബോധമുണ്ട് നിനക്ക്? പറഞ്ഞുള്ള കാര്യം ഓർക്കുന്നുണ്ടോ നീ? ഓ, തോട്ടെങ്ങി. ഞാനിപ്പോൾ കൂടെ കരുതിയുള്ളൂ നീ എന്താ തിരുനാമം മൊഴിയാത്തെന്ന്.
എന്ത് പറഞ്ഞാലും ഒരു അപ്പ മതി ചന്തു. എനിക്ക് കേട്ട് മടുത്തു. ലോകത്ത് നിനക്ക് മാത്രം അച്ഛനുള്ള കളി കളിക്കല്ലേ നീ? ഞാൻ നിന്റെ കാര്യം ചോദിക്കുന്നത്, നിന്റെ അപ്പയുടെ അല്ല. ഒരു വട്ടെങ്കിലും നീ നിന്റെ മനസ്സുറക്കി ചന്തു. നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്ക് തുറന്നു പറയും. ഇത് എപ്പോഴും ഇങ്ങനെ കൂട്ടിലിട്ട പക്ഷിയെ പോലെ. ഞാൻ എൻ്റെ അപ്പ പറയുന്ന ആളെ മാത്രമേ വിവാഹം ചെയ്യുള്ളൂ. ഞാൻ ആരെയും പ്രേമിക്കില്ല. അത് ഞാൻ എൻ്റെ അപ്പയോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഓ ഇവളെയൊക്കെ. നീ ആദ്യം കയറിപ്പോ ചന്തു. ഇല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഇപ്പോഴും 20-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയില്ല നിനക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇങ്ങനെയായിപ്പോയി. ഇനി ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ചിഞ്ചു. ചന്തു സങ്കടത്തോടെ വിളിച്ചു. ആ കരയണ്ട, ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. വാസു പറയുന്ന പോലെ കാണാൻ പറ്റാത്ത നിന്റെ കണ്ണ് അറിയുന്ന. അതുകൊണ്ട് 2 തെറി പറയാൻ പോലും പറ്റുന്നില്ല നിന്നെ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ നിനക്ക് അവനോട് ഇഷ്ടം തോന്നിട്ട് നീ അത് തുറന്നു പറയണം. കാരണം അവൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുകയും നിന്റെ സ്നേഹം പ്രതീക്ഷയും ചെയ്യുന്നുണ്ട്. അവൻ്റെ സ്നേഹത്തിനൊരു വിലയും കൽപ്പിക്കാതെ പോലെ ചന്തു. ഞാൻ അറിയുന്ന ചന്തുവിനെ ആരെയും വേദനിപ്പിക്കാനോ ഒരാളുടെയും മനസ്സിന്റെ വിങ്ങൽ കാണാതെ പോകാനോ കഴിയില്ല. അപ്പയെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ നീ അവനെ ഒന്ന് പരിഗണിക്കണം. വിവാഹമൊക്കെ പിന്നീടല്ലേ ചന്തു. അപ്പോഴേക്കും നിന്റെ അപ്പയെ പറഞ്ഞു മനസ്സിലാക്കാം. അതിനുള്ള കഴിവ് വസുവിനുണ്ട്. അവൻ അയ്യർ ഫാമിലി അല്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൂടി നിന്നെക്കാളും നിന്റെ ഫാമിലിയെക്കാളും മുകളിലാണ്. നിനക്ക് വേണ്ടി നിന്റെ അപ്പ കണ്ടുപിടിക്കുന്നവൻ നിന്റെ സങ്കല്പങ്ങൾക്കൊത്തുള്ള ആളാവണമെന്നില്ല. അവൻ നിന്നെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ വസുവിന് കഴിയും. അവൻ നിന്നെ കൈവെളിയിൽ കൊണ്ടു നടക്കും ചന്തു. അതെനിക്ക് ഉറപ്പാ. നീ എന്നെ വിശ്വസിക്കുക. നല്ലപോലെ ആലോചിക്കുക. ടെൻഷൻ ആവണ്ട. ഞാനില്ലേ കൂടെ. ഇപ്പൊ തന്നെ ക്ഷീണിച്ചൊരു കോലായി. നീ റെസ്റ്റ് എടുത്തോ. ചെല്ല്. ചിഞ്ചോളം മുറിയിലേക്ക് പറഞ്ഞയച്ചു. റൂമിൽ കയറുന്നതിന് മുമ്പേ ചന്തു തിരിഞ്ഞു നോക്കി. എന്താടി അങ്കിളെവിടെ കണ്ടില്ലല്ലോ? നീ വരുന്ന കാര്യം അറിയില്ലല്ലോ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ഫുഡ് ഞാനും പപ്പയും എടുത്ത് കഴിച്ചു. ഞങ്ങളിവിടെ കുക്കൊന്നും ചെയ്യാറില്ലല്ലോ. അധികവും പുറത്തുനിന്നല്ലേ ഞാനും പപ്പയും കഴിക്കാറ്. ഇതിപ്പോ നീ ഇവിടെ ടൗണിലെത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നിനക്കുള്ള ലഞ്ച് വാങ്ങിക്കാൻ പോയതാ. ആളെ എവിടെ പോയി എന്തോ. ഇനിയിപ്പോ ലഞ്ചിന് പകരം ഹോട്ടലിൽ തന്നെ വാങ്ങിച്ചു വരുവാവോ? അയ്യോ അതൊന്നും വേണ്ടായിരുന്നു. എന്ത് വേണ്ടായിരുന്നു? നിങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ. അതുകൊണ്ട് നീ ലഞ്ച് കഴിച്ച ആളെന്ന് എനിക്കറിയാൻ ചന്തു. ഇത് അന്യവീടൊന്നല്ലല്ലോ ഇങ്ങനെ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ പറയാൻ. ഒന്ന് നീ ഇവിടേക്ക് വരുന്ന ആറ്റുനോറ്റി ഇരിക്കുന്നതാണ് ഞാൻ. അപ്പോഴവിടെ അതല്ലേ ചിഞ്ചു, ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കണ്ടായിരുന്നു. ഇവിടെ സാധനങ്ങൾ ഇരിപ്പില്ലേ? ഞാൻ ഉണ്ടാക്കുമായിരുന്നല്ലോ. അച്ചോടാ, അങ്ങനെ ഇപ്പൊ നിന്റെ ഇവിടുത്തെ ജോലിക്കാരിയാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞ്. ചിഞ്ചു കലിപ്പായതും ചന്തു വേഗം മുറിയിലേക്ക് കയറി. അത് കണ്ട് ചിഞ്ചു ഒരു ചിരിയോടെ എബ്രാഹിമിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവൾക്കൊരു കുസൃതി തോന്നിയത്. ഉടനെ ഫോൺ എടുത്ത് വസുവിനെ വിളിച്ചു. ഹലോ വസു, നിന്റെ മടിയിലെടുത്ത് പേരിട്ട പോലെയാണല്ലോ നീ വിളിക്കുന്നത്. ചേട്ടാന്ന് വിളിയടി. ഒരു വട്ടെങ്കിലും നിന്റെ വായന്ന് അങ്ങനെയൊന്നും കേൾക്കാനുള്ള കൊതിയുണ്ടാ മോളെ. എന്റെ പപ്പയെ പോലെ എടാപടാന്ന് വിളിക്കുന്ന എന്നോടാണ് മോനെ നീ ഇത് പറയുന്നത്. ഒരിക്കലും എൻ്റെ അടുത്ത് നീ ആ ബഹുമാനം പ്രതീക്ഷിക്കേണ്ട കേട്ടോടാ ചേട്ടാ. ആ പിന്നെ വിളിച്ചൊരു കാര്യം അറിയിക്കാനാ. എവിടെയാ നീ ഇപ്പോ? വേറെ എവിടെ? ഓഫീസിലാ. 5 മണിയാകുമ്പോൾ ഇറങ്ങിയില്ലേ? ഇല്ല, ഇന്നൽപ്പം വൈകും. കുറച്ചധികം വർക്കുണ്ടടി. ഓ ഒരു ജോലിപ്പോഴും വെറുതെ അല്ല നിന്നെ ശരണെപ്പോഴും കളിയാക്കുന്നത്. വർക്കൊക്കെ നാളെ തീർക്കാം. ഇന്ന് നീ വേഗം ഇറങ്ങണം. എന്നിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് വരണം. നിന്റെ ഫ്ലാറ്റിലേക്കോ? അതിന് അളവുള്ള ഫംഗ്ഷൻ ഉണ്ടോ? ഫംഗ്ഷനൊന്നുമില്ല, പക്ഷെ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഇവിടെ. എടാ ബുദ്ധൂസെ ചന്തു വന്നിട്ടുണ്ട് ഇവിടെ. ചന്ദനയോ? അവളെന്താ അവിടെ? നീല പറഞ്ഞ അവിടെ അപ്പ അവളെ നിന്റെ വീട്ടിലേക്ക് വിടാറില്ലെന്ന്. അതെ വിടാറില്ല. അവൾ ഇവിടേക്ക് വരുന്ന ഞാൻ അവിടെ പോയി നിൽക്കുന്നതൊന്നും അങ്ങേർക്ക് ഇഷ്ടമല്ല. ഇതിപ്പോ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ ഇവിടെ ആക്കിയിട്ട് പോയതാ. ചന്തുവിന്റെ അപ്പയുടെ വീട് തമിഴ്നാടാ. തമിഴ്നാട്ടിലെ കുംഭകോണത്ത്. ജനിച്ച മാത്രമായിട്ട് അവിടെ. പഠിച്ചത് വളർന്നത് കേരളത്തിൽ തന്നെയാണ്. അങ്ങയുടെ അപ്പ ഒരു തഹസീൽദാറായിരുന്നു. സ്ഥലം മാറ്റം കിട്ടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. പിന്നീട് ഇവിടെ തന്നെ സെറ്റിൽഡായി. ചന്തുവിന്റെ അപ്പയെ കൂടെ വേറൊരു മകനുണ്ട്. അങ്ങേരിപ്പ അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലക്കാട്ട് ഏതോ വില്ലേജ് ഓഫീസ് തന്നെ ജോലി ചെയ്യുന്നു. ചന്തുവിന്റെ മുത്തച്ഛൻ പണ്ടേ മരിച്ചുപോയി. പാർട്ടിയുണ്ട്. ഇപ്പൊ പറഞ്ഞ വില്ലേജ് ഓഫീസറല്ലേ പാലക്കാടുള്ള, അങ്ങേരുടെ കൂടെയാ താമസം. ഇവർ രണ്ടുപേരും മാത്രമാണ് ഇവിടെ. ബാക്കി ഫാമിലിയൊക്കെ തമിഴ്നാട്ടിൽ തന്നെയാണ്. അവിടെ വകയിലൊരു പെരിയപ്പ അവസാന ശ്വാസം വലിച്ച് കിടപ്പാന്ന്. ഏത് നിമിഷം തട്ടിപ്പോവും. ഒരു കല്യാണ ചടങ്ങിലും പങ്കെടുത്തില്ലെങ്കിലും ഒരു മരണച്ചടങ്ങ് പോലും ചന്തുവിന്റെ അപ്പം മിസ് ചെയ്യില്ല. മുന്നിൽ തന്നെ ഉണ്ടാവും. കുടുംബത്തേലുള്ളതിന് മാത്രം കേട്ടോ, പുറമേയുള്ള തിരിഞ്ഞു നോക്കില്ല. ഭയങ്കര അയിത്തക്കാരനാ. അതുകൊണ്ടല്ലേ അങ്ങേർക്ക് എന്നെ കണ്ണിനെ കണ്ടുകൂടാത്ത. ഏതായാലും അവർ പോയി വരുമ്പോൾ 2 ദിവസം കഴിയും. ഇനി ആ പെരിയപ്പയെ മേൽപോട്ട് എടുക്കുകയാണെങ്കിൽ 2 ദിവസം പോരാ. കർമ്മ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ നീളും. ഞങ്ങൾക്കിപ്പോൾ ഫൈനൽ സെമ്മ് തുടങ്ങി. തുടക്കത്തിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പ്രൊജക്ട് വർക്കൊക്കെ ഒരുപാടുണ്ട്. അവൾക്കൊരു അസുഖം വന്ന് കോളേജിൽ പോകാൻ വയ്യാതെ വന്നാൽ വീട്ടിലെത്തി പഠിപ്പിക്കുന്ന ആളവളുടെ അപ്പ. അങ്ങനെയുള്ള അവളുടെ അപ്പ ഇപ്പം അവളെയും വലിച്ചിട്ട് പോകും. ചൈതുവിനെ കൊണ്ട് പോകുന്നില്ലായിരുന്നു. പക്ഷെ അവൾ വാശി പിടിച്ച് കൂടെ പോയി. ചന്തുവിനെ ശ്രുതിയുടെ വീട്ടിലാക്കി പോകാനാണ് തീരുമാനിച്ചത്. പക്ഷെ അവിടെ ഗൾഫിലുള്ള അങ്കിളും ഫാമിലിയും വന്നിട്ടുണ്ട്. അങ്കിളുടെ മക്കൾ രണ്ടുപേരും ചെറുപ്പക്കാരാണെന്ന് കണ്ടതും ചന്തുവിന്റെ അപ്പ അവൾ അങ്ങോട്ടേക്കുള്ള തീരുമാനം മാറ്റി. കൊടുക്കന്തേ ഇവിടെ കൊണ്ടാക്കി. കയറിയിട്ടൊന്നുമില്ല, അവളെ ഫ്ലൈറ്റിന്റെ താഴെ ഇറക്കി പോയതാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും നീ ഹാപ്പി ആയില്ലേ? അവളെപ്പോഴും അരികിൽ വേണമെന്നല്ലേ നിന്റെ ആഗ്രഹം? എപ്പോഴെങ്കിലും ഒരു 4-5 ദിവസമെങ്കിലും ഇനി അവിടെ കാണുമല്ലോ നിന്റെ ചന്തു. അവൾ ആരുടെ ചന്തുവാണെന്നൊക്കെ എനിക്കിപ്പോൾ നല്ലപോലെ അറിയാം. മോ വേഗം വരാൻ നോക്ക്. കൂടുതൽ പപ്പയൊന്ന് പരിചയപ്പെടാം. നിന്റെ ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കാം. അങ്ങേർക്കും പപ്പയെ പരിചയമുള്ളതാണല്ലോ. ആർക്ക്? ശരണോ? അവള് നിന്റെ പപ്പയെ ഞാൻ പറയാനുള്ള പരിചയമുള്ളൂ, അല്ലാതെ നേരിട്ടുള്ള പരിചയമൊന്നുമില്ല. അവൾ ഉദ്ദേശിച്ച സണ്ണിയാണെന്ന് വസുവിന് അറിഞ്ഞില്ല.
അവൾക്കാണെങ്കിൽ സണ്ണിയെന്ന് തുറന്നു പറയാൻ പറ്റില്ല. അയ്യോ ശരൺ വേണ്ട, എനിക്കവനെ കാണുമ്പോൾ എന്തോ പോലെ, ഞാൻ അവനെ വേദനിപ്പിച്ച പോലെ തോന്നല്. നീ തനിച്ച് വന്നാൽ മതി. ശരി നോക്കട്ടെ, ബിസിയാണ് മോളെ, ഈവനിങ് കാണാം. വാസു കോൾ കട്ട് ചെയ്തും ചിഞ്ചു എബ്രഹാമിന്റെ ഫോണിലേക്ക് വിളിച്ചു. കോളിംഗ് ബില്ലിന്റെ ശബ്ദം കേട്ട് ചിഞ്ചു ബെഡ്റൂമിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് വരുമ്പോഴേക്കും എബ്രഹാം വാതിൽ തുറന്നിരുന്നു. ആഹാ, ആരൊക്കെ ഇത്? വാസുദേവ് വരുന്ന ചിഞ്ചു പറഞ്ഞിരുന്നു, പക്ഷെ എഡിനെ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. ദേ ഇപ്പൊ കൂടി താഴെ പാർക്കിങ്ങിലേക്ക് എത്തി നോക്കി അകത്തേക്ക് വന്നേയുള്ളൂ അവള്. ധാരാളം പറഞ്ഞു വസുവിനെ കുറിച്ച്. വാ അകത്തേക്ക് വാ, നിങ്ങൾ വന്ന കാലത്ത് തന്നെ നിർത്തിയെന്ന് പറഞ്ഞായിരിക്കും അവിടെ ഇന്നത്തെ ഇനിയുള്ള യുദ്ധം. എബ്രഹാം നിറപുഞ്ചിരിയോടെ രണ്ടുപേരെ അകത്തേക്ക് ക്ഷണിച്ചു. വസുവിനെ സ്വീകരിക്കാൻ ലിവിംഗ് റൂമിലേക്ക് വേഗത്തിൽ വന്ന ചിഞ്ചുവിന്റെ കാലുകൾ വസുവിന്റെ കൂടെയുള്ള സണ്ണിയെ കണ്ട് നിശ്ചലമായി. പ്രതീക്ഷിക്കാതെയുള്ള കണ്ടുമുട്ടൽ, അതും തന്റെ വീട്ടിൽ, തന്റെ ഇത്രയും അരികിൽ. അവളുടെ ഉള്ളിൽ ഒരു മഞ്ഞു വീഴ്ചയുടെ സുഖം അനുഭവപ്പെട്ടു. നീ എന്താടി അന്തം വിട്ടിരിക്കുന്നത്? നിന്റെ കസ്റ്റലടി, സ്വീകരിച്ചിരുത്ത്. എബ്രഹാം ചിഞ്ചുവിനെ നോക്കി കളിയായി പറഞ്ഞു. അത് കേട്ട് വസു ചിരിച്ചു. അത് പപ്പാ, ഞാൻ കുടിക്കാനെടുത്തിട്ട് വരാം, നിങ്ങൾ സംസാരിക്കേ. ആൾ വേഗം കിച്ചണിലേക്ക് വലിഞ്ഞു. വസു തന്നെ നോക്കി ചിരിച്ചപ്പോഴും സണ്ണി അറിയാതെ പോലും തന്നെ നോക്കിയില്ലല്ലോ എന്നുള്ളത് അവൾ വിഷമിപ്പിച്ചിരുന്നു. ഇതിനി എന്റെ മോള് തന്നെയല്ലേ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന ടൈമിൽ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞ പപ്പ തന്നെ എടുത്തോന്ന് പറഞ്ഞ് വന്നയാൾ ഗ്രൂപ്പിൽ എന്നെ നിലവിലെയും കളയുന്ന പെണ്ണായി ഇപ്പൊ എന്നെ ഇവിടെ ഇരുത്തി കിച്ചണിലേക്ക് പോയത്. എബ്രഹാം വീണ്ടും ചിരിയോടെ പറഞ്ഞു. വസു ഓഫീസിൽ നിന്ന് വരുന്ന വഴിയല്ലേ? ചിഞ്ചു പറഞ്ഞു, നേരത്തെ അവൾ വിളിച്ചപ്പോൾ നീ ഓഫീസിലായിരുന്നു എന്ന്. സണ്ണി പോയില്ലേ ഇന്ന്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ്. ഏവൻ വിളിച്ച് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാൻ. എബ്രഹാം സാറിന്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒഴി പറയാൻ തോന്നിയില്ല, അതാ ഞാൻ കൂടെ. എന്നാ പിന്നെ ശരണിനെയും കൂടെ വിളിക്കായിരുന്നില്ലേ? സാറിന് എല്ലാവരും അറിയാലോ. വസുവായിരുന്നത്. ചിഞ്ചു എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരാണെങ്കിൽ പറഞ്ഞ അവൾക്ക് എനിക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. ഞാൻ അവൾക്ക് പപ്പയേക്കാൾ കൂടുതലായിട്ട് അവൾ അറിയുന്ന അവളെ ഏറ്റവും നല്ല സുഹൃത്താ. ശരണ്ണ ഞാൻ വിളിച്ച പക്ഷെ ഫോൺ ഓഫാ. എവിടെയും ഫ്രണ്ട്സിനൊപ്പം കറങ്ങുന്നുണ്ടാവും. ആരും വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാനാ ഫോൺ ഓഫ് ചെയ്ത് കളയുന്നു. മാത്രമല്ല ചിഞ്ചു പറഞ്ഞിരുന്നു വരുമ്പോ ശരണിനെ കൂട്ടണ്ടാന്ന്. ഞാൻ നോ പറഞ്ഞ ശരണിന് വലിയ വേദനയായി പപ്പാന്ന് പറഞ്ഞ 2 days അവൾ വളരെ ഗ്ലൂമി ആയിരുന്നു. പക്ഷേ ഇനി കോഫി കുടിച്ചിട്ടാവും ബാക്കി. എബ്രഹാം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ ചിഞ്ചു ഒരു ട്രേയുമായി അവർക്കരികിലേക്ക് വന്നു. കോഫി എടുക്കുന്നോ കുടിക്കുന്നോ കൊള്ളാം, അത് പക്ഷേ ഇവിടെ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. എന്റെ മകളായതുകൊണ്ട് പറയല്ല, ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോലും ഇതുവരെ പഠിച്ചിട്ടില്ല. ഇടയ്ക്കിടെ ചന്ദനയുടെ വീട്ടിലേക്ക് വിടുന്ന തന്നെ അവളുടെ ഗുണങ്ങളൊക്കെ ഇവൾക്ക് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയ. പക്ഷേ ഇവിടുന്ന് നന്നാവും തീരുമാനിച്ചിട്ടില്ല അവള്. ചിഞ്ചു നീട്ടിയ ട്രേയിൽ നിന്ന് വസു കോഫി എടുക്കുമ്പോൾ എബ്രഹാം പറഞ്ഞു, പപ്പ. വിളിച്ച ശബ്ദം കുറച്ചിട്ടാണെങ്കിലും പല്ലമർത്തിയായിരുന്നു വിളിച്ചത്. എബ്രഹാം അപ്പോൾ തന്നെ ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ വായമൂടി കാണിച്ചു. അടുത്തതായി അവൾ സണ്ണിക്ക് നേരെ ട്രേ നീട്ടി. അവൻ മുഖമുയർത്തിയെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. കോഫി എടുത്ത് പതിയെ കുടിക്കാൻ തുടങ്ങി. നിന്റെ പപ്പാറിന് 100% ശരിയാ, തീരെ കൊള്ളില്ല കോഫി അല്ലേടാ സണ്ണി. വസു അവളെ എരികേറ്റാനായി പറഞ്ഞു. എന്നാലേ കൊള്ളാത്തൊരു കുടിക്കണ്ട, ഇങ്ങ് തന്നെ എന്റെ കോഫി. അവൾ വസുവിന്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും പിണങ്ങായി ചിഞ്ചു. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എന്റെ മോളിക്ക് വന്നിരുന്നേ. എബ്രഹാം ഉണ്ടെന്നോ അദ്ദേഹം എന്ത് കരുതുമോ എന്നോ നോക്കിയില്ല അവൻ. കപ്പ് ടീപ്പോയിലേക്ക് വെച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അതീവ വാത്സല്യത്തോടെ സെറ്റിയിലേക്ക് വലിച്ചിരുത്തി. എബ്രഹാം അത് കണ്ട് മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു. പക്ഷെ വസുവിന്റെ വലിയിൽ അവൾ സണ്ണിയുടെ ദേഹത്തെട്ടിയാണ് സെറ്റിയിലേക്ക് വീണത്. ഇപ്പോൾ അവൾ സണ്ണിയുടെയും വസുവിന്റെയും നടുവിലായിട്ടാണ് ഇരിക്കുന്നത്. സണ്ണിയുടെ മുഖത്ത് എന്തോ അനിഷ്ടം നിറഞ്ഞതായി തോന്നി അവൾക്ക്. ഉടനെ അവൾ എണീറ്റ് മാറി നിന്നു. സണ്ണികളോടുള്ള മനോഭാവം അതിനോടം തന്നെ എബ്രഹാം മനസ്സിലാക്കിയിരുന്നു. അയാളുടെ സന്തോഷം പെട്ടെന്ന് മങ്ങിപ്പോയി. എങ്കിലും അയാളത് പുറത്തു കാണിച്ചില്ല. ചന്ദനയോട് കണ്ടില്ലല്ലോ. ഇപ്രാവശ്യം എബ്രഹാം എന്ത് കരുതുമെന്ന് ശങ്കയുണ്ടായിരുന്ന വസുവിന്. അതുകൊണ്ട് മടിച്ചാണ് ചോദിച്ചത്. വേണ്ട മോനെ, പരിങ്ങണ്ട. ചന്ത ഇവിടെ ഉള്ളവരാണ് നീ ഇപ്പൊ വന്നതെന്ന് പപ്പയ്ക്കും അറിയാം. ഞാൻ നിന്നെ എന്റെ ചേട്ടനായി അംഗീകരിച്ചിട്ട് കാലം കുറയായില്ലേ. എന്നിട്ട് ഇത്രയും നാളായിട്ട് നീ ഒന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടോ? അവന് നീ എന്നെ ക്ഷണിച്ചിട്ടുണ്ടോടി? ആദ്യമായിട്ട് ഇന്നല്ലേ നീനോട് വരാൻ പറയുന്നതന്നെ. ഞാൻ പറഞ്ഞാലും നിനക്ക് വരാൻ പാടുള്ളൂ. ചുമ്മാ ഓരോ ന്യായങ്ങൾ പറയല്ലേ വസു. നിനക്ക് ചന്തുവിനല്ലേ കാണണ്ടേ? ആ മുറി കാണും. വന്നവാളെ ലഞ്ചടിച്ചിട്ട് കിടന്ന ആൾക്ക് എന്തോ നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ കുളി കഴിഞ്ഞാണ്. വസു എബ്രഹാമിനെ നോക്കി. അയാൾ സമ്മതമെന്നോണം തലയനക്കി. അവൻ എണീറ്റ് ചിഞ്ചു കാണിച്ച് മുറിയിലേക്ക് നടന്നു. ചിഞ്ചു അവർ കുടിച്ചു വെച്ച കപ്പെടുത്ത് കിച്ചണിലേക്ക് നടന്നു. തന്റെ കൈകളെ കപ്പ് വെക്കുവാനെന്ന വ്യാജേന എബ്രഹാമും കിച്ചണിലേക്ക് പോയി. എടി വസുവിനെന്താ? അവന് ചന്തുവിന്റെ അടുത്തേക്ക് വിട്ടേനാണ്. എന്നാ പപ്പ പേടിക്കണ്ട, അത് വസുവാള്, വിശ്വസിക്കാം. 101 വെട്ടം. ബെഡ്റൂമിലേക്ക് കയറി ചെന്നിട്ടുണ്ടാവും. എന്നിട്ട് അവളോട് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവൻ ആരെയും പേടിയില്ല പപ്പ. പക്ഷെ ആ ധൈര്യം വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ബലമായിട്ട് കാണാറില്ല അവൻ. സോ പപ്പ ടെൻഷൻ ആവണ്ട. അവിടെ സണ്ണി ഒറ്റക്കല്ലേ ഉള്ളൂ. പപ്പ ചെയ്യുന്ന എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് കിരിക്കും. സണ്ണിക്ക് ബോറടിക്കണ്ട. ഒരു നോട്ടം കൊണ്ടുപോലും സണ്ണിയോളെ കടാക്ഷിക്കാത്തതിന്റെ വേദന അവൾക്കുണ്ടെന്നും അത് അവൾ തന്റെ മുമ്പിൽ വിദഗ്ധമായി മറച്ചു വെക്കുകയാണെന്ന് എബ്രഹാമിന് മനസ്സിലായി. ശരി, നീയും വാ. എബ്രഹാം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് നടന്നു. പുറകെ ചിഞ്ചു. എഡ്വിൻ, ഒരു കോൾ ഉണ്ട്, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. 5 minutes നിങ്ങൾ സംസാരിക്കും. ചിഞ്ചു ഓവറാക്കിയിട്ടിനെ ബോറടിപ്പിക്കരുത്. പപ്പ ഇപ്പോൾ വരാം.
എബ്രഹാം കയ്യിലെ ഫോൺ സണ്ണിക്ക് നേരെ കാണിച്ചു. സണ്ണി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ എബ്രഹാം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പപ്പോ എന്നോട് ഇത് വേണ്ടായിരുന്നു, ഇവിടേക്കിനല്ലേ വരിക, കാണിച്ചു തരാം ഞാൻ. ചിഞ്ചുവിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ഒരു നിമിഷം ദയനീയമായി എബ്രഹാം പോയ വഴിയെ നോക്കി നിന്നു. ശേഷം സണ്ണിയെ നോക്കി. അവൾ മുമ്പിലുണ്ടെന്ന യാതൊരു ഭാവം കാണിച്ചില്ല. സെറ്റിൽ കിടക്കുന്ന ഹെൽത്ത് മാഗസിൻ എടുത്ത് ഓടിച്ച് നോക്കാൻ തുടങ്ങി. ഓ, ഇവനൊക്കെ ഇതൊരു മാഗസിൻ കാണാത്ത പോലെ. അവൾ പിറുപിറുത്തു. അവൻ ഏതായാലും തന്നെ ശ്രദ്ധിക്കില്ലെന്നും ഇങ്ങോട്ട് മിണ്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായി. ജ്യോതിയുടെ എൻഗേജ്മെന്റിന് ശേഷം 1-2 വട്ടം തന്നെ കണ്ടിട്ടും പരിചയം കാണിച്ചിട്ടില്ല. മുഖത്ത് താല്പര്യക്കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനു മാത്രം എന്താ താൻ ചെയ്തിട്ടുള്ളൂ? ഇനി ശരണിനെ അന്ന് കളിപ്പിച്ചുകൊണ്ടാവൂ. അങ്ങനെയാണ് ഈ ശരണിന് തന്നോട് യാതൊരു ദേഷ്യമില്ലല്ലോ. എന്തിന് തന്നോട് അത്രയും ദേഷ്യപ്പെട്ട വസുവിന് പോലും ഇന്ന് തന്നോട് ദേഷ്യമില്ലല്ലോ. പകരം ഉള്ളു നിറയെ സ്നേഹമാണല്ലോ. അവൾക്ക് ചിന്തിച്ചിട്ടൊരു എത്തുപിടിയും കിട്ടിയില്ല. എങ്ങനെയെങ്കിലും അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്ന് കരുതി അവന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ നോക്കുന്ന പോയിട്ടൊന്ന് തലപോലും ഉയർത്തുന്നില്ലെന്ന് കണ്ടതും അവൾ രണ്ടും കൽപ്പിച്ച് അവന്റെ അരികിൽ ചേർന്ന് നിന്നു. എന്ത് വിളിക്കും? സണ്ണിയെന്നോ, സണ്ണിച്ചനെന്നോ, അതോ ഇനി പപ്പ വിളിക്കുന്ന പോലെ എഡ്ഡിനെന്നോ? കർത്താവെ അറിയുന്നില്ലല്ലോ. അവൾ നിന്നും നഖം കടിച്ച് ഒടുക്കം എന്തോ തോന്നലിൽ വിളിച്ചു. ഡോക്ടർ വിളിച്ചു കഴിഞ്ഞാൽ തലവരുത്തിയുള്ള അവനെ നോട്ടം കണ്ടപ്പോഴാണ് വിളിച്ചതിന് അല്പം ശബ്ദം കൂടിപ്പോയോ എന്ന ബോധം വരുന്നത് തന്നെ. ഡോക്ടർ അല്ല, പേരുണ്ട്. തന്റെ പപ്പ വിളിക്കുന്ന കേട്ടില്ലേ? എഡ്വിൻ, അങ്ങനെ വിളിക്കാം. ഗൗരവമായിരുന്നു അവന്റെ മുഖത്ത്. അവൾ അറിയാതെ തന്നെ ശരിയെന്നവണ്ണം തലവിളിക്കി. ഇന്നുവരെ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ പഞ്ചപാവമായി നിന്നിട്ടില്ല. ഇതിപ്പോ എന്തു പറ്റി? തർക്കുത്തരം പറയുന്നു പോയിട്ട് ഒരു നല്ല മറുപടി പറയാൻ പോലും നാവ് അനങ്ങുന്നില്ല. എന്താ ചിഞ്ചു നിനക്ക്? ഒരു ചന്തുവിനെ കുറെ പറഞ്ഞു. വസു അരികെ ചെല്ലുമ്പോ അവളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കില്ലേ? ഇങ്ങനെ മുഖത്ത് നോക്കി നിൽക്കാനാണോ വിളിച്ചത്? എന്താ കാര്യം? അയ്യോ, അതിപ്പോഴാ ഓർത്ത് പെട്ടെന്നുള്ള തോന്നലിൽ വിളിച്ചു. എന്താ താൻ വിളിച്ച്? എന്ത് പറയിപ്പോ? തന്നോട് ചോദിച്ചു. അല്ലെങ്കിലും ആളെ കളിയാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ തന്റെ സ്ഥിര ഹോബി. അവൻ തനിക്ക് കൊള്ളിച്ച് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലായി. ഒന്ന് മുഖം മങ്ങിയെങ്കിലും തന്റെ ഊർജ്ജം വീണ്ടെടുത്തവൾ. ഡോക്ടർ എന്തുദ്ദേശിച്ചാ പറഞ്ഞെനിക്ക് മനസ്സിലായി. അത് ഞാൻ അന്നൊരു തമാശക്ക് ചെയ്ത. അത് ഞാൻ ശരണിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ച അതിനല്ല, ഡോക്ടർ കുടിക്കാനെന്താ വേണ്ടേ? ടീ ഓർ കോഫി? ഇതാ ഞാൻ പറഞ്ഞു, ആളെ വിഡ്ഢിയാക്കാൻ നിന്നെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. നീ അബ്രഹാം സാറിന്റെ മകളാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. എനിക്കെന്താ കുഴപ്പം? ഡോക്ടർ അന്ന് വസുവിനോടും പറഞ്ഞല്ലോ ഞാൻ എൻ്റെ പപ്പയുടെ മകളാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന്. അതിന് മാത്രം എന്താ എനിക്കൊരു കുറവ്? ഡോക്ടർ അല്ല, എഡ്വിൻ. അതൊന്നും പറ്റില്ല, ഞാൻ ഡോക്ടറിനെ വിളിക്കും. ഡോക്ടർ സ്കൂളും കോളേജൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ ഡോക്ടർ പേരെടുത്തായിരുന്നു വിളിച്ചിരുന്നത്. സാറിന് തന്നെയല്ലേ? ഓട്ടെ, എൻ്റെ പപ്പ ഇപ്പോൾ ഡോക്ടർ എന്താ വിളിക്കുന്നത്? ജോസഫ് എബ്രഹാം എന്നാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ ഞാനും ഡോക്ടറിനെ വിളിക്കാൻ എനിക്ക് ഇഷ്ടം. എഡ്വിന്ന് വിളിക്കാൻ തീരെ സൗകര്യമില്ല. സണ്ണിക്ക് വല്ലാത്ത അരോചകമായി തോന്നിയ അവരുടെ സംസാരം. പക്ഷെ എബ്രഹാമിന് ഓർത്തൊന്നും മിണ്ടാതിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.